ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഒരേ കാര്യത്തിന് രണ്ട് കുട്ടികളെ വഴക്ക് പറഞ്ഞെന്ന് വിചാരിക്കാം. ഒന്നൊരു ബാക്ക് ബെഞ്ചർ, മറ്റേതൊരു ഫ്രണ്ട് ബെഞ്ചർ. അപ്പോൾ ഈ ബാക്ക് ബെഞ്ചറിനെ സംബന്ധിച്ച് അവന് സ്ഥിരമായിട്ട് അടി കിട്ടുന്ന ആളാണ്. അപ്പോൾ അവൻ ടീച്ചറിൻ്റെ മനസ്സിൽ രണ്ട് തെറിയൊക്കെ വിളിച്ചിട്ട് അവൻ കൂളായി. പക്ഷേ ഈ ഫ്രണ്ട് ബെഞ്ചറിനെ സംബന്ധിച്ച് അവൻ അങ്ങനെ ആയിരുന്നില്ല. അവന് അടി കിട്ടാറില്ല. അവൻ എപ്പോഴും ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒരു പഠിപ്പിച്ചിട്ടായിരുന്നു എന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ അവനത് ഭയങ്കര നാണക്കേടുണ്ടാക്കി. അതുപോലെ അവൻ സെൽഫ് ഡൗട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. എനിക്ക് എന്താ പറ്റിയത്, ഞാൻ മറ്റവൻ്റെ ലെവലിലോട്ട് താന്നോ, എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ലേ, അങ്ങനെ അവനെ തന്നെ സംശയിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഒരേ സിറ്റുവേഷനാണ്, പക്ഷേ രണ്ട് പേരും അത് പെർസീവ് ചെയ്തത് രണ്ട് രീതിയിലാണ് അല്ലേ? അതെന്തുകൊണ്ടാണ്? കാരണം അവരുടെ അനുഭവങ്ങൾ വേറെയാണ്, അവരിട്ടിരുന്ന എഫേർട്ടുകൾ വേറെയാണ്, അവരുടെ ക്യാരക്ടർ വേറെയാണ് അല്ലേ? സപ്പോസ് ഈ സിറ്റുവേഷനിൽ ഫ്രണ്ട് ബെഞ്ചർ കരഞ്ഞു എന്ന് വിചാരിക്കാം. എന്നിട്ട് ബാക്ക് ബെഞ്ചർ അവനോട് പോയി ചോദിക്കുകയാണ്, അയ്യേ നീ ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെയാണോ കരയുന്നത്, എനിക്കൊക്കെ എന്തോരം അടി കിട്ടുന്നത്, അപ്പോൾ ഞാനൊക്കെ എന്തോരം കരയണം? അങ്ങനെ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പലപ്പോഴും റിലേഷൻഷിപ്പുകളിലും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് പലപ്പോഴും തോന്നാം നമ്മുടെ പാർട്ട്ണർ ഓവർ റിയാക്ട് ചെയ്യുകയാണ്, നിസ്സാര കാര്യങ്ങൾ ഊതിപ്പെരുപ്പിക്കുകയാണ്, വെറുതെ കരയുകയാണ് എന്നൊക്കെ തോന്നും. പക്ഷേ അവരുടെ സ്റ്റോറി എന്താണ്, അവരിട്ടിരുന്ന എഫേർട്ടുകൾ എന്താണ്, അവരുടെ ക്യാരക്ടർ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആ സിറ്റുവേഷൻ നല്ലോണം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. താങ്ക് യു.